എല്ലാവർക്കും ഷങ്സ് ആൻഡ് ഫുലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാവുന്നത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. ആദ്യം അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെന്ന് പറയാം. 2.5 കപ്പ് അരി, പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം മാറ്റി എടുത്തു വച്ചിരിക്കുന്നതാണ്. കഴുകി വെള്ളം മാറ്റി വച്ചിരിക്കുന്നതാണ്. ശർക്കര 1/4 കിലോ ചീകി വെച്ചേക്കുന്നതാണ്. ഇത് അങ്ങനെ തന്നെ എടുത്താലും കുഴപ്പമില്ല, മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതിയാവും. പിന്നെ പാളയംകോടൻ പഴം, ഇത് വീട്ടിലുണ്ടാക്കുന്ന പഴമായതുകൊണ്ട് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഒരു പടല എടുത്തിട്ടുണ്ട്. ഒരു 10-12 എണ്ണം എങ്ങനെയായാലും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഒരു വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 എണ്ണം കൊണ്ട് തന്നെ മതിയാവും. ഞാൻ ഒരു നുള്ള് ഈസ്റ്റ്, ഒരു നുള്ള് മതിയാവും. ഞാൻ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നുള്ള് ഈസ്റ്റ്. ആദ്യം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ച് എടുക്കണം. അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയിരിക്കുന്നത്, അതിൻ്റെ പരുവം കാണിച്ചു തരാം. ആദ്യം നമ്മൾ മിക്സിയിലേക്ക് അരിയെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റൻ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എത്രയും എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇതിൽ ഉണ്ണിയപ്പത്തിൽ തേങ്ങാക്കൊത്ത് ഇടുന്നവരുണ്ട്, എള്ളിടുന്നവരുണ്ട്. ഒക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്താൽ മാത്രം മതി. ആദ്യം അരി ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഴം തൊലി കളഞ്ഞ് 2 സൈഡും കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തു. പഴം ഞാൻ എന്തെങ്കിലും മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് പഴം എല്ലാം കൂടി ഇടുകയാണ്. ഇനി ഒന്ന് അടിച്ചിട്ട് നമുക്ക് ശർക്കര ഇടാം. ശർക്കര ഞാൻ ചീകി വെച്ചേക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കട്ടയാണെങ്കിൽ നമുക്കിപ്പോൾ ഇടായിരുന്നു. ഒന്ന് അടിച്ചിട്ട് ശർക്കര ഇടാം. ഒന്ന് അടിച്ചതിന് ശേഷം ഞാൻ ശർക്കരയും കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും. ഒട്ടും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുക്കും. പക്ഷെ ഒട്ടും ഒഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ ഇത്തിരിശായിട്ടും അടിച്ചെടുക്കാം. കുറച്ച് അരി ഇടുക, കുറച്ച് ശർക്കര ഇടുക, പിന്നെ പഴം ഇടുക. അങ്ങനെ ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കുക. അത് എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 hour ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കണം. 1/2 hour ഒരു 10 to 15 minutes എങ്കിലും മിനിമം വയ്ക്കുക. ഒന്നും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മാവ്. ഇതിന് ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പഴത്തിനും ശർക്കരയിലും അത്യാവശ്യം വേണ്ടുന്ന വെള്ളമുണ്ട്. ഇപ്പം ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഒരു 10 to 15 minutes എങ്കിലും അതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ഈസ്റ്റിൻ്റെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടാനായിട്ട് 10 to 15 minutes എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് മാവ് എടുത്ത് നമുക്ക് ഇനി അത് ചുടാൻ നോക്കാം. ആദ്യം ഒരു ഉണ്ണിയപ്പക്കാര എടുത്തിട്ട് ചെറിയ തീയിൽ വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഓരോ കുഴിയിലും ഒത്തിരി നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 വരെ നിറയുന്ന രീതിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി എല്ലാ കുഴിയിലും നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ആ കുഴി നിറയണ ഇതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓരോന്നിലും ഇത്തിരീശ് ഈ മാവ് കൊടുക്കാം. മാവ് ഒരു 3/4 ഭാഗം നിറഞ്ഞാൽ മതി. ഇത്രയും മതി. ബാക്കി പൊങ്ങാനുള്ള രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തിലും അങ്ങനെ നിറച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഇത്തിരി പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചതിനേക്കാളും കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ ഇത്തിരി മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു പപ്പടം കുത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടി വേവാനായിട്ടാണ്. ഇപ്പോൾ ഈ സൈഡൊക്കെ ശരിക്കും ആയിട്ടുണ്ട്. ചിലതിന് കളറ് ശരിക്കും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം എടുക്കാം. മറ്റേ സൈഡൊന്ന് ഇതുപോലെ തന്നെ പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. ആയ സൈഡ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇങ്ങനെ എല്ലാം തിരിച്ചിട്ട് നോക്കി കളറ് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിത്. ഇപ്പം നല്ല ചൂടുകൂടി കഴിക്കാനായിരിക്കും ഏറ്റവും സ്വാദ്. അതുകൊണ്ട് പറ്റുന്നത് നമുക്ക് വേണ്ടപ്പോൾ മാത്രം ഉണ്ടാക്കിയെടുക്കുക.
മാവ് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2-3 ദിവസം വരെ ഇത് കേടാവാതെ ഇരിക്കും. അപ്പം എപ്പോഴാണ് വേണ്ടത് അപ്പം കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. പറ്റുന്നതും ചൂടോടുകൂടി തന്നെ കഴിക്കുക. വളരെ സോഫ്റ്റാണ്, നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.